ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ സമാധാനപരമായി ഉറങ്ങുവാനും എല്ലാ മേഖലകളിലും നാം സംരക്ഷിതരാകുന്നതിനും നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവ് സാധിച്ചു തരുന്നതിനും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇന്ന് നമുക്കുണ്ടായ എല്ലാ ദുഃഖവും വേദനയും നിരാശയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ സ്വസ്ഥമായി സമാധാനപരമായി ഉറങ്ങുവാൻ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ വീഡിയോ നിങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടായ ദുഃഖം, നിങ്ങൾ കാരണം മറ്റുള്ളവർക്കുണ്ടായ ദുഃഖം എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നമ്മെ ക്ലേശപ്പെടുത്തിയ, നമ്മെ ഭാരപ്പെടുത്തിയ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ദൈവ തിരുമുൻപിൽ സമർപ്പിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിന് നമ്മുടെ കാര്യങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയും. അവിടുത്തേക്ക് അതിന് സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവ് എടുത്തു മാറ്റും. നമ്മുടെ പ്രശ്നങ്ങളിലും അവിടുന്ന് നന്മ നൽകി നമ്മെ അനുഗ്രഹിക്കും. അതിനാൽ ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 100 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഭയവും നിരാശയും വേദനയും ദുഃഖവും എടുത്തുമാറ്റി ഇന്ന് ഞങ്ങൾക്കുണ്ടായ പരാജയവും പ്രതിസന്ധികളും വിഷമങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് കാരണം ഉള്ള ഞങ്ങളുടെ വിഷമങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളായി വന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ വ്യക്തികളെയും, എല്ലാ ചിന്തകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങളെ ദുഃഖിപ്പിച്ച കാര്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ അതുമല്ലെങ്കിൽ ഞങ്ങളുടെ നിശബ്ദത കാരണം വേദനിച്ച ഹൃദയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കാരണം ദുഃഖിച്ച എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ദൈവമേ, മനഃപൂർവ്വമായി ആരെയും വേദനിപ്പിക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ടും അവസാനം ഏതെങ്കിലും ഞങ്ങളുടെ പ്രവൃത്തികളോ വാക്കുകളോ നിശബ്ദതയോ മൗനമോ കാരണം കർത്താവെ മറ്റുള്ളവർ വേദനിക്കാൻ ഇടയായിട്ടുണ്ട്. അതിനാൽ അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ കാരണം വേദന അനുഭവിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ അവിടുന്ന് ആശ്വാസം നൽകണമേ. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഈ രാത്രിയിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകി, സന്തോഷം നൽകി, സമാധാനം നൽകി അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. ഉറക്കം നഷ്ടപ്പെട്ട എല്ലാ വ്യക്തികൾക്കും കർത്താവെ ഈ രാത്രിയിൽ ഗാഠനിദ്ര നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്മയായി സമർപ്പിക്കുന്നു. അങ്ങ് ഏറ്റവും പരമപരിശുദ്ധനും സർവശക്തനുമായ ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അങ്ങാണ് ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. അങ്ങയുടെ രൂപത്തിലും സാദൃശ്യത്തിലും
സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമേ, ഇന്ന് പലപ്പോഴും ഞങ്ങളുടെ രൂപവും സാദൃശ്യവും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കാരണം മറ്റുള്ളവർ കളിയാക്കുന്ന തരത്തിലുള്ള ഞങ്ങളുടെ രൂപവും സാദൃശ്യത്തെയും ഞങ്ങളുടെ കളറിനെയും ഓർത്ത് കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ദുഃഖിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ തന്നെ കുറവുകളിലേക്ക് നോക്കി ഞങ്ങളുടെ കളറോ, ഞങ്ങളുടെ നീളക്കുറവോ, ഞങ്ങളുടെ അമിത വണ്ണമോ നീളമോ കർത്താവെ, ഏതാണ് മറ്റുള്ളവരിൽ നിന്നും പരിഹാസത്തിന് കാരണമായ ഞങ്ങളുടെ വ്യക്തിത്വത്തെ ഈ രാത്രിയിൽ അവിടുന്ന് സ്പർശിക്കണമേ. ഞങ്ങൾ അറിയുന്നു അങ്ങ് ഞങ്ങളെ അങ്ങയുടെ രൂപത്തിലും ഛായയിലുമാണ് സൃഷ്ടിച്ചത്. അങ്ങ് ഞങ്ങളെ അനന്ത സ്നേഹത്തോടെയാണ് സൃഷ്ടിച്ചത്. ദൈവമേ, അതിനാൽ തന്നെ അങ്ങ് ഞങ്ങളെ ഞങ്ങളായിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ നീളക്കുറവോ, ഞങ്ങളുടെ കളറോ, ഞങ്ങളുടെ അമിത വണ്ണമോ, ഞങ്ങളുടെ സൗന്ദര്യമില്ലായ്മയോ ഏതാണ് മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങളെ പരിഹാസപാത്രരാക്കുന്നത്? എന്നാൽ കർത്താവിൻ്റെ മുന്നിൽ ഞങ്ങൾ പ്രീതികരമായ വ്യക്തികളാണ്. കർത്താവിൻ്റെ മുൻപിൽ ഞങ്ങൾ അമൂല്യ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. എന്തെന്നാൽ അമൂല്യനായ കർത്താവ് ഞങ്ങളെ സൃഷ്ടിച്ചത്. കർത്താവെ, ഈ രാത്രിയിൽ എന്നെ തന്നെ ഞാൻ സ്വീകരിക്കുന്നു. കർത്താവെ, അങ്ങ് നൽകിയ ദാനങ്ങളെ ഓർത്ത് പുച്ഛിച്ച് എന്നെ തന്നെ വെറുത്ത നിമിഷത്തെ ഞാനിപ്പോൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, എന്നിലുള്ള പല കാരണങ്ങൾക്കും പരാജയങ്ങൾക്കും കുറവുകൾക്കും കാരണം എനിക്ക് എന്നെ തന്നെ സ്വീകരിക്കാൻ കഴിയാത്തതാണ്. ഈ രാത്രിയിൽ എനിക്ക് എന്നെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ദൈവമേ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നല്ല, എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നാണ് ഇനി ഞാൻ നോക്കുന്നത്. എൻ്റെ കർത്താവെ, അങ്ങ് പറഞ്ഞു, നീ എനിക്ക് പ്രിയങ്കരനും അമൂല്യനുമാണ്. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. ഞാൻ നിന്നെ എൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. നിൻ്റെ നന്മയ്ക്കു വേണ്ടി, നിൻ്റെ മഹത്വത്തിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനാൽ നീ മറ്റുള്ളവരെ നോക്കി സ്വയം താരതമ്യം ചെയ്യേണ്ട. എന്തെന്നാൽ കർത്താവിൻ്റെ അനന്ത സ്നേഹമാണ് നീ. കർത്താവിൻ്റെ പ്രിയങ്കരിയായ മകളാണ് നീ. കർത്താവിന് ഏറ്റവും പ്രിയങ്കരനായ മകനാണ് നീ. അതിനാൽ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് ഈ രാത്രിയിൽ നമ്മുടെ വ്യക്തിത്വത്തെ കർത്താവിൽ നിന്നും നമുക്ക് സ്വീകരിക്കാം. കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ കാഴ്ചവെക്കാം. നമ്മെ ഭാരപ്പെടുത്തിയ എല്ലാ പ്രശ്നങ്ങളും, നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, പ്രതികൂല സാഹചര്യങ്ങളും, നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത എല്ലാ വ്യക്തികളെയും, ക്ഷമിക്കാൻ കഴിയാത്ത എല്ലാ മേഖലകളെയും, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എല്ലാ സാഹചര്യങ്ങളെയും ദൈവസന്നിധിയിൽ സമാധാനത്തോടെ സമർപ്പിക്കുക, വിശ്വാസത്തോടെ സമർപ്പിക്കുക. ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും. വിശ്വാസത്തോടെ ദൈവമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവിന് സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ പ്രവേശിച്ച് അവിടുത്തേക്ക് എല്ലാത്തിനും നന്ദി പറയുവാനുള്ള അവസരമാണ് ഈ രാത്രി പ്രാർത്ഥന. ഇന്ന് പകൽക്കാലം മുഴുവനും ദൈവമേ, ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിച്ച് ശത്രുകരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളെ വഴി നടത്തിയ അങ്ങേക്ക് എല്ലാ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ,
ഇന്നോളം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിനാൽ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ആശ്വാസം നൽകണമേ. രോഗം കാരണം, വേദന കാരണം ഞങ്ങൾക്ക് അനേക ദിവസങ്ങളായി, മാസങ്ങളായി ഉറങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ഞങ്ങളുടെ ഓരോ രോഗാവസ്ഥയെയും തിരസ്കരണത്തെയും ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്ത് തളർന്ന മനസ്സിന് ശക്തി നൽകി, മുറിവേറ്റ ഹൃദയത്തിന് സൗഖ്യം നൽകി, വേദനിക്കുന്ന ശരീരത്തിന് ആശ്വാസം നൽകി. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ കരങ്ങൾ ഇന്ന് ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. എല്ലാ ഹൃദയത്തിൻ്റെ ദുഃഖവും വേദനയും നിരാശയും ഭയവും എടുത്തു മാറ്റി ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ദൈവത്തിന് ഓരോ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഗാഠനിദ്ര നൽകി അഭിഷേകം ചെയ്യണമേ. ശക്തനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശക്തി നൽകി ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തെ ഉൾപ്പെടുത്തി ദൈവത്തിൻ്റെ എല്ലാ ആശീർവാദങ്ങളും സ്വീകരിച്ച് കർത്താവിന് മഹത്വം നൽകുവാൻ ഞങ്ങളെ ഓരോ ദിവസവും ഓരോ നിമിഷവും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ചാനൽ കാണുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ കലഹത്തിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥലത്തും, കുടുംബത്തിലും, സമൂഹത്തിലും ദൈവമേ, അങ്ങയുടെ സമാധാനം കൊണ്ട് ഈ രാത്രിയിൽ നിറയ്ക്കണമേ. ലോകം തരുന്ന സമാധാനമല്ല, ദൈവത്തിൻ്റെ സമാധാനമാണ് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നത്, ഞങ്ങൾക്ക് സുഖനിദ്ര നൽകുന്നത്. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സമാധാനത്താൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിക്കുന്നതിനും എല്ലാവരെയും സ്നേഹിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ദൈവമേ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് ആശ്വാസം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയെത്തുന്ന എല്ലാ സ്ഥലങ്ങളെയും വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ സകല പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും, ദുഷ്ട ആത്മാക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ദുർമരണത്തിൽ നിന്നും, ദുസ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന രാത്രിയാകട്ടെ ഇന്ന്. ദൈവമേ, എല്ലാം മറന്ന ദൈവസന്നിധിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകുകയും ചെയ്യുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും നന്ദിയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ കൂടുതൽ കൃപ കണ്ടെത്തുന്നതിനും സമാധാനപരമായ ഉറക്കം ലഭിച്ച് ദൈവസന്നിധിയിൽ മഹത്വമർപ്പിക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി, ഗാഠനിദ്ര നൽകി, സൗഖ്യവും വിടുതലും നൽകി, ആശ്വാസം നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.